ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രാജ്യസ്നേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു പാർട്ടിയെ നമുക്കറിയാം. ചോദ്യം ചോദിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കുന്ന പാർട്ടിയെയും ഭരണകൂടത്തെയും നമുക്കറിയാം. ഇപ്പോൾ അത് കോടതിയും ഏറ്റെടുക്കുകയാണോ? ചോദ്യങ്ങൾ ചോദിക്കാൻ ചുമതലപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വായടപ്പിക്കുന്ന ദൗത്യമാണോ കോടതികൾക്കുള്ളത്? ഇന്ത്യക്കാരനെങ്കിൽ ചോദ്യം ചോദിക്കില്ല എന്ന വാദം കോടതി പരാമർശമായി വരുന്ന വഴി ഏതാണ്? സവർക്കർക്കെതിരായ രാഹുൽ പരാമർശത്തിൽ പൊള്ളിയ അതേ ജഡ്ജി ഇന്ത്യ ചൈന അതിർത്തിയിലെ ചൈനീസ് കയ്യേറ്റം ചോദിക്കുമ്പോൾ നെറ്റിച്ചുളിക്കുന്നത് യാദൃശ്ചികമാണ്. ചോദ്യങ്ങൾ ചോദിച്ചതിന് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യക്കാരന് രാജ്യത്തുടനീളം 32 കേസുകളെങ്കിലും ഉണ്ടെന്നാണ് വിവരം. മോദിക്കും RSSനും സവർക്കർക്കുമെതിരായ പരാമർശങ്ങളിലാണ് മിക്ക കേസുകളും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറയും പോലെ സമൂഹമാധ്യമത്തിലല്ല രാഹുൽ ഗാന്ധി ഗാൽവാനിലെ ചൈനീസ് കയ്യേറ്റം പറഞ്ഞത്. 2022 ഭാരത് ജോഡോ യാത്രയിൽ ജനങ്ങളോടാണ്. രാജസ്ഥാനിലാണ്, പിന്നീട് ജമ്മുകശ്മീരിലാണ്. പഹൽഗാമിലും ഓപ്പറേഷൻ സിന്ദൂറിലും രാജ്യമറിയേണ്ട സത്യങ്ങൾ ഭരണകൂടത്തോട് നേർക്കുനേർ നിന്ന് പാർലമെന്റിൽ ചോദിച്ചതും ഇതേ രാഹുൽ ഗാന്ധിയാണ്. മത്സരിച്ച 2 മണ്ഡലങ്ങളിലും നരേന്ദ്രമോദിയേക്കാൾ ഭൂരിപക്ഷത്തിൽ ജനം തിരഞ്ഞെടുത്ത നേതാവാണ്. ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കോടതി പുതിയ വ്യാഖ്യാനങ്ങളിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥ ഇന്ത്യക്കാരൻ ആര് എന്നതാണ് ചോദ്യം. മുസ്ലിം ലീഗിൽ നിന്നും ഷിബു മീരാൻ, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സുപ്രീം കോടതി അഭിഭാഷകൻ, ശങ്കുട്ടിദാസ് BJP പ്രതിനിധി എന്നിവരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ പ്രതിപക്ഷ നിരയിൽ നിന്നും ഷിബു മീരാനിലേക്ക് പോകുന്നു. ഷിബു മീരാൻ, കോടതിയിലെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം, അതിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി നൽകിയ മറുപടി, ഒരു ഇന്ത്യക്കാരനെങ്കിൽ ഈ അതിർത്തിയിലെ കയ്യേറ്റം സംബന്ധിച്ച ഒരു ചോദ്യം ചോദിക്കില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു വിധിയല്ല, ഉത്തരവല്ല, പരാമർശമാണ്. പരാമർശമാണെങ്കിൽ കൂടി കോടതിയിൽ നിന്ന് വരാവുന്ന പരാമർശമാണോ ഇത്? തീർച്ചയായും സ്മൃതി, കോടതി വിധികളെ വിമർശിക്കാനും അതിനോട് വിയോജിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. കോടതി വിധികളെ ധിക്കരിക്കരുത് എന്ന് മാത്രമേ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ പ്രത്യേക കേസിൽ ഇന്ന് ആ കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നടത്തിയ പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾക്ക് കാരണമായിട്ടുള്ള ഇഷ്യൂവിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഗാൽവാൻ കൺഫ്രണ്ടേഷൻ നടന്നതിന് ശേഷം ഇന്ത്യക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ചൈന ഏതെങ്കിലും നിലക്ക് ഇന്ത്യയുടെ ഭൂമി കയ്യേറിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷമാണ് 2023 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ആർമി ചീഫായിരുന്ന മനോജ് പാണ്ഡെ അവരുടെ ഒരു ആനുവൽ ബ്രീഫിംഗ് ഉണ്ട്. ആ ആനുവൽ ബ്രീഫിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ചൈനയുമായി 21 റൗണ്ട് ചർച്ച നടത്തി കഴിഞ്ഞു. എന്തിനാ ചർച്ച പ്രീ ഗാൽവാൻ വാലി സിറ്റുവേഷനിലേക്ക്, അതായത് 2020 സ്റ്റാറ്റസ് കോയിലേക്ക് പോകണം എന്നാണ്. ഇപ്പോൾ ഈ ഗാൽവാൻ വാലി അറ്റാക്കിന് ശേഷം ചൈന ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി കൈപ്പെടുത്തിയിട്ടില്ല എന്ന് BJP ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ആവർത്തിച്ച് പറയാറുണ്ട്. അതിനെ അസ്ഥിരപ്പെടുത്തുന്ന രൂപത്തിലാണ് 2020 സ്റ്റാറ്റസ് കോ വേണമെന്ന് നമ്മൾ അവരോട് അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ഈ മനോജ് പാണ്ഡെ അദ്ദേഹം യഥാർത്ഥ ഇന്ത്യക്കാരനാണോ എന്ന ചോദ്യം ചോദിക്കേണ്ടി വരില്ല. ഇപ്പോൾ കോടതി നടത്തിയിട്ടുള്ള ഈ പരാമർശം ഒരു ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ പെഹൽഗാമിനൊക്കെ ശേഷം കാണുന്ന ഒരു കാര്യം, ഇവിടുത്തെ ദേശസുരക്ഷ, ഇവിടുത്തെ സൈനിക നടപടികൾ എന്നതിനെക്കുറിച്ചൊന്നും ആരും ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിക്കുന്ന മറ്റൊരു ചോദ്യമാണല്ലോ, പെഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് അതിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇത് ചോദിച്ചവരൊക്കെ ആ മനുഷ്യനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണോ, ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? എന്നാൽ ഓപ്പറേഷൻ നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ സൈന്യം ഉണ്ടല്ലോ, ആ സൈന്യത്തിൻ്റെ നേതൃത്വം ഇന്ത്യയുടെ ആർമി ചീഫ് അനിൽ ചൗഹാൻ, അദ്ദേഹം സിംഗപ്പൂരിലെ ഇന്ത്യക്ക് വെളിയിലുള്ളൊരു വേദിയിൽ വെച്ച് പറഞ്ഞത് ഇന്ത്യക്ക് ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇനി ജക്കാർത്തയിൽ ഇന്ത്യയുടെ മറ്റൊരു സൈനിക ഓഫീസർ ശിവകുമാർ, അദ്ദേഹം അവിടെ ഒരു സെമിനാറിൽ അദ്ദേഹത്തോട് ഇന്തോനേഷ്യൻ സൈനിക ഓഫീസർമാർ ചോദിക്കുകയാണ്, നിങ്ങളുടെ 3 റഫേൽ വിമാനങ്ങൾ, ഒരു സുക്കോയ് വിമാനം, ഒരു MiG-16 ഇത് 5ഉം നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഇദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? നമ്മുടെ ആർമി ഓഫീസർ അദ്ദേഹം കൊടുത്ത മറുപടി, അത്രയൊന്നും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? കാരണം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം പാകിസ്ഥാനിലെ മിലിറ്ററി ഇൻസ്റ്റാൾമെൻറ്റ്സ് അറ്റാക്ക് ചെയ്യരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞു കളഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടത് എന്നൊരു സെമിനാറിൽ പറഞ്ഞു.
ഇനിയിപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞിട്ടുള്ള പരാമർശം ഇപ്പോൾ സ്മൃതി തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. അത് പിന്നെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ജനങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് ഇന്ത്യയുടെ രാജ്യസുരക്ഷയാകട്ടെ, ഈ രാജ്യത്തെ ഭരണകൂടത്തിന് തീരുമാനമെടുക്കാൻ അവകാശമുണ്ട് എന്ന് നാം വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ആശങ്കകൾ, അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് നമ്മുടെ ജനാധിപത്യം കൊടുക്കുന്നു എന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഏത് സാഹചര്യത്തിൽ കൂടെ നടത്തി നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, അതിയുടെ വിധിയുടെ ഭാഗമല്ല എങ്കിൽ കൂടി രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നടക്കുന്ന രാഷ്ട്രീയ സംവാദങ്ങളെ മുഴുവൻ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പരാമർശമായി പോയി, ദൗർഭാഗ്യകരമായ ഒന്നായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് വന്നാൽ ഇത് കേൾക്കുമ്പോൾ ഗ്യാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്നവർ അവർ BJP-കാരാണല്ലോ സ്മൃതി. ഇപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നമുക്ക് നോക്കാമല്ലോ, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ ഈ ഭാഷയുടെ മര്യാദയൊക്കെ പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരുടെ ചരിത്രം എന്താണ്? നമ്മൾ ഈ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം ആ പാർലമെൻറ്റിൽ നടന്ന ഒരു സമ്മേളനത്തിൽ BJP-യുടെ ഒരു MP, രമേശ് ബിദൂരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മറുഭാഗത്തിരിക്കുന്ന പ്രതിപക്ഷ നിരയിൽപ്പെട്ട ഒരു MP-യെ കൃത്യമായി മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ള ഒരു MP-യെ ചൂണ്ടിക്കാണിച്ചിട്ട് ഉപയോഗിച്ച വാക്കുകൾ, തൂ ഏക്ക് ആതങ്കവാദി ഹെ, നീ ഒരു ഭീകരവാദിയാണ്, തൂ ഏക്ക് കട്ടുവാ ഹെ, ഞാൻ ആ വാക്കിൻ്റെ പച്ച മലയാളം പറയുന്നില്ല, പിന്നെന്താണ് ചേലാകർമ്മം നടത്തപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന ഹിന്ദിയിൽ കിട്ടാവുന്ന ഏറ്റവും വൃത്തികെട്ട വാക്ക് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഉപയോഗിച്ച് ഒരു പാർലമെൻറ്റിനെ അധിക്ഷേപിച്ച പാരമ്പര്യമുള്ള BJP ഈ ചെലവിൽ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയ മര്യാദയും ദേശസ്നേഹവും ഒക്കെ പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു സ്മൃതി, രാഹുൽ ഗാന്ധി ഇന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇന്ത്യയുടെ ഭൂമി ചൈന കൈവശപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതറിയാനുള്ള അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടെന്നേ. അപ്പോൾ ആ സന്ദർഭത്തിൽ S. ജയശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്തുകൊണ്ട് ഇതിൽ കർശനമായ നിലപാടെടുക്കുന്നില്ല? ആവശ്യമെങ്കിൽ ചൈനയോട് ഒരു കൺഫ്രണ്ടേഷൻ, ഒരു യുദ്ധത്തിന് നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അദ്ദേഹം പറയുന്നത് ചൈന ഈസ് എ ബിഗർ എക്കോണമി ദാൻ അസ് എന്നാണ്, നമ്മളെക്കാൾ വലിയ എക്കോണമിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേടി ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടോ? ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇവരിപ്പോൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്തില്ല, അപ്പോഴും നമുക്ക് രാജ്യത്തെ ജനങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അത് നഷ്ടപ്പെടാൻ കാരണമായത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഏതെങ്കിലും വീഴ്ചയാണോ? ഈ ചോദ്യം ചോദിക്കുന്നവർ രാജ്യദ്രോഹികളല്ല. ആ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്, നമ്മയൊക്കെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥ രാജ്യസ്നേഹമാണ്. ഏതെങ്കിലും അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ഭരണകൂടങ്ങളോ ആരെങ്കിലും നിർവചിച്ചു വച്ചതോ അല്ല ഇന്ത്യയുടെ രാജ്യത്ത്. അപ്പം നമ്മളിവിടുന്ന് ഈ സർവകക്ഷി സംഘം പുറപ്പെട്ടല്ലോ സ്മൃതി, ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം. അപ്പോൾ മറ്റാരുമല്ല, കിരൺ റിജിജു ആണ് BJP-യുടെ നേതാവ്. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഞങ്ങളിതാ ലോകത്തോട് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് വിശദീകരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും ഇവിടുത്തെ BJP-കാരനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട മനുഷ്യർ ഒരുമിച്ച് പുറപ്പെടുകയാണ്. അദ്ദേഹം ഉദ്ദേശിച്ചൊരു വാക്ക്, ഇന്ത്യ ഈസ് എ മെച്യൂർഡ് ഡെമോക്രസി എന്നതാണ്. നമ്മുടേത് പരിപാകതയെത്തിയ ഒരു ജനാധിപത്യമാണ്. എപ്പോഴാണ് പരിപാകതയെത്തിയ ഒരു ജനാധിപത്യമായി നമ്മൾ മാറിയത്? 9 പേരെ കൂടെ ഉണ്ടായിരുന്നിട്ട് കൂടി AKG പറയുന്നത് കാതോർത്ത് കേൾക്കാൻ ജവഹർലാൽ നെഹ്റു തയ്യാറായപ്പോൾ മുതൽ ഇങ്ങോട്ടാണ് നമ്മുടേത് ഒരു പരിപാവനമായ ജനാധിപത്യമായി മാറിയത്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം, ഹിന്ദുസ്ഥാൻ കാ ലോകതന്ത്ര അമർ രഹന ചാഹിയെ, അത് അമരമായി നിലകൊള്ളണം എന്ന് പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയിയാണ്. ആ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന പൗരന്മാരുടെ, പ്രതിപക്ഷ നേതാക്കന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയുള്ളവരാണ് കോടതികൾ എന്ന് ചുരുങ്ങിയ വാക്കുകൾ ഈ സന്ദർഭത്തിൽ ആമുഖമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് സ്മൃതി. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സ്പിരിറ്റിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് ആ പരാമർശം വന്നിട്ടുള്ളത് എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ശരി, ശങ്കുട്ടിദാസ്, സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഈ പരാമർശം, ആ പരാമർശം ഒരു വിധിയല്ല, ഉത്തരവല്ല, പരാമർശമാണ്. പക്ഷെ അതിനോട് ഇന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുന്നുണ്ട്. രാജ്യസ്നേഹം നിർണ്ണയിക്കാൻ ജഡ്ജിമാർ ആരാണ് എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. അതൊരു സ്വാഭാവികമായ ചോദ്യമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. BJP അതിനെ എങ്ങനെ കാണുന്നു? സാധാരണഗതിയിൽ രാജ്യസ്നേഹികൾ, രാജ്യദ്രോഹികൾ ആര് എന്ന രൂപത്തിൽ BJP പ്രതികരിക്കാറുണ്ട്. കാരണം ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചിട്ടുള്ള മറുപടികൾ പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ കോടതിയിൽ നിന്നും സമാനമായ പ്രതികരണം വരുന്നു. അതൊരു വിഷയം ചൂണ്ടിക്കാണിച്ച് നടത്തിയ പ്രസംഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതി ചോദിക്കുന്നത്.
നോക്കൂ, ഇവിടെ എന്തായാലും BJP അല്ല രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അത് ഈ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയാണ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള അത്യന്തം നിരുത്തരവാദിത്തപരവും ആക്ഷേപകരവുമായിട്ടുള്ള ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഡിഫമേഷൻ കേസിലെ നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനിടയിൽ രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടുള്ളൊരു വിധിയല്ല അവിടെ കോടതിയിൽ നിന്നുണ്ടായത്. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഡിഫമേഷൻ നടപടികൾ താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ടാണ് ആ വിധി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ വിധി പറയുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചില ഉപദേശങ്ങൾ കൊടുക്കാൻ കോടതി നിർബന്ധിതമായി എന്ന് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലം കാണുന്നുണ്ട്. ഈ ബെഞ്ച് രാഹുൽ ഗാന്ധിയോട് ഏതെങ്കിലും നിലയ്ക്ക് വിരോധമുള്ള, വേറെ ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷപാതിത്വമുള്ള ഒരു ബെഞ്ചാണെന്ന് ആരോപിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇതേ ബെഞ്ച് തന്നെയാണ് കൃത്യം 10 ദിവസങ്ങൾക്ക് മുൻപ് ജൂലൈ 25, 2025 സവർക്കറെ ട്രൈറ്റർ അല്ലെങ്കിൽ സവർക്കറെ രാജ്യദ്രോഹി എന്ന് വിളിച്ച കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്ന ഡിഫമേഷൻ കേസിൽ ഇതേ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെയും അഗസ്റ്റിൻ ജോർജ് മസീഹയുടെയും ബെഞ്ചാണ് അദ്ദേഹത്തിന് സ്റ്റേ കൊടുത്തിട്ടുള്ളത്. ഒരു മേലിൽ ഇങ്ങനെയുള്ള പ്രതികരണം നടത്തരുത്, ഉപദേശ രൂപേണ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് രാഷ്ട്രീയമായ പ്രതികരണമാണോ എന്ന് സംശയിക്കാവുന്ന പ്രതികരണം. പറഞ്ഞോളൂ. നോക്കൂ, കോടതി എന്തുകൊണ്ട് അങ്ങനെ പറയാൻ നിർബന്ധിതരാകുന്നു? ഇദ്ദേഹത്തിന് അനുകൂലമായി വിധി പറയുമ്പോൾ പോലും, ഇദ്ദേഹത്തിന് സ്റ്റേ കൊടുക്കുമ്പോൾ പോലും ഇങ്ങനെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കോടതിക്ക് എന്തുകൊണ്ട് ചില അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ കോടതിയുടെ നിസ്സഹായതയാണ് നമ്മൾ അവിടെ കാണുന്നത്. കാരണം ഒരു റിപ്പീറ്റഡ് ഒഫൻഡറായി ഒരേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കോടതിക്ക് മുന്നിൽ നിരന്തരമായി വരുന്ന ഒരാളാണ്. ഇയാൾക്ക് ഏതെങ്കിലും നിലയിൽ ജാമ്യം നിഷേധിക്കാൻ ഈ കോടതിക്ക് സാധിക്കില്ല. അങ്ങനെ ജാമ്യം നിഷേധിച്ചാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സ്റ്റേ കൊടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? കോടതിക്കെതിരെ വലിയ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാവും. സർക്കാരിനോട് ചേർന്നിട്ട് പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടാൻ കോടതിയും കൂട്ടുനിന്നു എന്നുള്ള ആരോപണം ഉണ്ടാവും. ആദ്യം പറഞ്ഞ നിരുത്തരവാദപരമായ പ്രസ്താവന എന്നുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? ഞാൻ വിശദീകരിക്കാം, പക്ഷെ എന്നെ നിങ്ങൾ പറയാൻ സമ്മതിക്കണം. ഞാനൊരു 25 നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രസ്താവനകൾ ഞാൻ കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആകെ 50 ഇടപെടലോടുകൂടി 5 മിനിറ്റേ നിങ്ങൾ തരുള്ളൂ. അല്ല ഞാനത് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യമല്ലേ, ഞാൻ എന്റെ രീതിയിൽ. ഗാൽവാനിൽ നിരുത്തരവാദപരമായ പ്രസ്താവന അദ്ദേഹം നടത്തിയോ എന്നതാണല്ലോ ചോദ്യം. അതാണല്ലോ കോടതിയും പറഞ്ഞത്. നമുക്കതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, തർക്കമല്ല. ആ ചോദ്യത്തിന് ശരി, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നതിനിടയ്ക്ക് നിങ്ങൾ ഇടപെടാതിരിക്കുമോ? ആ ഒരു സൗകര്യം എനിക്ക് ചെയ്തു തരുമോ? ഉറപ്പായിട്ടും. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത് 2022 ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. അതിലെന്താണ് അദ്ദേഹം പറയുന്നത്? ഇന്ത്യയുടെ 2000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ചൈന ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്, ചൈന പിടിച്ചെടുത്തിരിക്കുകയാണ്. തന്നെയുമല്ല, അവിടെ പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഇന്ത്യൻ ജവാന്മാർ ചൈനീസ് പട്ടാളത്തിൻ്റെ അടിയും തൊഴിൽ കൊണ്ടുകൊണ്ടിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. പൂർ ഇന്ത്യൻ ജവാൻസ് ആർ റിസീവിംഗ് ബീറ്റിംഗ് ആൻഡ് ത്രാഷിംഗ് ഫ്രം ചൈനീസ് സോൾജേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പരാമർശം ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവീര്യം കെടുത്തുന്നതും ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഡിഫമേഷൻ കേസ് ഒരു മുൻ സൈനികൻ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്താണ്? ഇദ്ദേഹം പറഞ്ഞതിൽ ഡിഫൻസ് ഓഫ് ട്രൂത്ത് ഉണ്ടോ? അതായത് ഇദ്ദേഹം പറഞ്ഞത് ഒരു സത്യസന്ധമായിട്ടുള്ള പരാമർശമാണോ? ഇന്ത്യയുടെ 2000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം ചൈന ഒക്യുപ്പൈ ചെയ്തു എന്ന് ഒരു ഔദ്യോഗിക രേഖയും പറയുന്നില്ല. ഇന്റർനാഷണൽ ഏജൻസികൾ പോലും അങ്ങനെ ഒരു കാര്യത്തെ സർട്ടിഫൈ ചെയ്യുന്നില്ല. ഈ ചോദ്യം പാർലമെന്റിൽ ഔദ്യോഗികമായി ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 2025 ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ഈ ചോദ്യത്തിന് പാർലമെന്റിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരം ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ 38,000 സ്ക്വയർ കിലോമീറ്റർ ഭൂപ്രദേശമാണ് ചൈന ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്യുന്നത്. ഈ 38,000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം നഷ്ടപ്പെട്ടത് 1962 സിനോ ഇന്ത്യൻ വാറിന്റെ സമയത്താണ്. അതായത് 1962 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നടന്നിട്ടുള്ള ഇന്തോ ചൈന യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള 38,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇപ്പോഴും ചൈനയുടെ പക്കൽ തന്നെയാണ്. അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് പുറമെ നമുക്ക് ഭൂമി ചൈനയ്ക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് ഇന്ത്യക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. 78,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇന്ത്യക്ക് പാകിസ്ഥാന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടത് 1947 അന്നും ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ ഭൂമിയാണ് ഇപ്പോൾ പാക് ഒക്യുപ്പൈഡ് കശ്മീർ എന്നുള്ള പേരിൽ പാകിസ്ഥാന്റെ കയ്യിലുള്ളത്. മൊത്തം ജമ്മു ആൻഡ് കശ്മീരിന് 45% പ്രദേശം ആ കാലത്താണ് പാകിസ്ഥാൻ കൊണ്ടുപോയത്. അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് ഇന്ത്യക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെട്ടിട്ടുണ്ട്.
27 സ്ക്വയർ കിലോമീറ്റർ ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏത് സമയത്താണ് നഷ്ടപ്പെട്ടത്? 1971 നഷ്ടപ്പെട്ടത്. 1971 ഇന്തോ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയ സമയത്ത് പാകിസ്ഥാന്റെ കയ്യിലുണ്ടായിരുന്ന 15,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇന്ത്യ പിടിച്ചെടുത്തു. 93,000 പാകിസ്ഥാൻ പട്ടാളക്കാർ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിട്ട് ഇന്ത്യക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാജ്യത്തിന്റെ സൈന്യം സറണ്ടർ ട്രീറ്റി ഒപ്പിട്ട് സറണ്ടർ പരേഡ് നടത്തി ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായി. ഈ 93,000 സൈനികർ നമ്മുടെ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിരുന്നു. അതേ സമയത്ത് പാകിസ്ഥാന്റെ കയ്യിൽ ഇന്ത്യയുടെ 54 സൈനികർ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിരുന്നു. ഇന്ത്യയുടെ ചമ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശം 127 സ്ക്വയർ കിലോമീറ്റർ ഭൂമി വരുന്ന പ്രദേശം പാകിസ്ഥാൻ ആ സമയത്ത് പിടിച്ചെടുത്തിരുന്നു. യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഷിംല കരാർ ഒപ്പിട്ടു. ഇന്ത്യ വലിയ അഡ്വാൻറ്റേജിൽ നിൽക്കുന്ന സമയമായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ച് മേടിച്ചെടുക്കാൻ പറ്റുന്ന സമയമായിരുന്നു. പക്ഷെ വളരെ വിശാല മനസ്കൃതിയോടുകൂടി ഇന്ദിരാഗാന്ധി ഷിംല കരാർ ഒപ്പിട്ടപ്പോൾ 93,000 പട്ടാളക്കാരെയും നമ്മൾ വിട്ടുകൊടുത്തു. ഈ 15,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി നമ്മൾ വിട്ടുകൊടുത്തു. ശരി, പക്ഷെ പാകിസ്ഥാന്റെ കയ്യിലുണ്ടായിരുന്ന 54 ഇന്ത്യൻ പട്ടാളക്കാർക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും അറിയില്ല. പാകിസ്ഥാന്റെ തടവറയിൽ അവർ നരകിച്ച് മരിച്ചു. പാകിസ്ഥാൻ പിടിച്ചിട്ടുള്ള 127 സ്ക്വയർ കിലോമീറ്റർ ചമ്പ് പ്രദേശത്തിന് എന്ത് സംഭവിച്ചു? അത് ഇപ്പോഴും പാകിസ്ഥാന്റെ ഇല്ലീഗൽ ഒക്യുപ്പേഷനിൽ തുടരുന്നു. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും ഇന്ത്യ ചൈന വന്നാലോ? ശങ്കുട്ടിദാസ്, താങ്കൾ പറഞ്ഞ നിരുത്തരവാദപരമായ പരാമർശം എന്നതിൽ ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. പ്ലീസ് ശങ്കുട്ടിദാസ്, ഞാൻ ചോദിക്കട്ടെ. 2020 ജൂൺ 15 ഗാൽവാനിൽ 20 ധീര സൈനികർ കൊല്ലപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യമാണല്ലോ. 20 ധീര സൈനികർ കൊല്ലപ്പെട്ടു ഗാൽവാനിൽ 2020 ജൂൺ 15. സൈനികർ കൊല്ലപ്പെട്ട 4 ദിവസത്തിനു ശേഷം ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ശങ്കുട്ടിദാസ്, സൈനികർ 20 പേർ കൊല്ലപ്പെട്ടു. അതിനുശേഷം കൊല്ലപ്പെട്ടതിന്റെ 4 ദിവസങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് മോദി ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയതെന്ന് ചോദ്യമുണ്ട്. കാരണം അവരിങ്ങോട്ട് കയറിയിട്ടില്ല, അവർക്കൊരു ഭൂമി എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഹിന്ദിയിൽ അദ്ദേഹം പറയുന്നു. അന്നത്തെ സൈനിക മേധാവി ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞത് 2020 ഏപ്രിലിന് മുൻപത്തെ അതിർത്തി സ്ഥിതിയിലേക്ക് പോകണം എന്നാണ്. പിന്നീടുണ്ടായ കരാർ, അതായത് 2024 ഒക്ടോബർ 21 കരാർ അത്തരമൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ദെപ്സാങ്, ദെംചോക്, ചുമാർ എന്നീ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യക്ക് പെട്രോളിംഗ് നടത്തണമെങ്കിൽ ചൈനയുടെ അനുമതി വേണമോ? നേരത്തെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചൈനയുടെ അനുമതി വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഗാൽവാൻ, ഹോട്ട് സ്പ്രിംഗ്, പാങ്കോങ് എന്നിവിടങ്ങളിൽ പെട്രോളിംഗ് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടോ? ചോദ്യങ്ങളാണ്. പെട്രോളിംഗ് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ വരുന്നു. 2020 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ലഡാക്കിന്റെ 1000 ചതുരശ്ര കിലോമീറ്റർ അതിർത്തി കൈയടക്കി എന്നതാണ്. ഇന്ത്യക്ക് കിഴക്കൻ ലഡാക്കിലെ 56 പെട്രോളിംഗ് പോയിന്റിൽ 26 എണ്ണത്തിന്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് ലേയിലെ പോലീസ് ഓഫീസർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഇവിടെ കൂടിയിരിക്കുന്നു. വിവിധ മേഖലകളിൽ ഇവിടെ ഇറക്കുമതി കൂടിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ അങ്ങ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ കൂടെ നിന്നുള്ള ചൈനയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിരിക്കുന്നു ഇന്ത്യക്ക്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൂടെ? ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് ആ ചോദ്യം എത്തിയിരുന്നില്ല. അന്ന് ഗാങ്വാനുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് 2022 താങ്കൾ പറഞ്ഞു പാർലമെന്റിൽ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, പാർലമെന്റിൽ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ ജഡ്ജി എന്താണ് പറഞ്ഞത്? ഇത് പാർലമെന്റിലല്ലേ ചോദിക്കേണ്ടത്, പുറത്ത് സമൂഹ മാധ്യമത്തിലാണോ ഇടേണ്ടത്? അപ്പോൾ എന്ത് പരിശോധിച്ചിട്ടാണ് ഈ ജഡ്ജി ഇങ്ങനെ പറയുന്നത്? സമൂഹ മാധ്യമത്തിലാണോ ഉന്നയിച്ചത്? അല്ലല്ലോ. ഇത് രാഷ്ട്രീയ പ്രസംഗം. അദ്ദേഹം രാജ്യത്തിൻ്റെ ഒരറ്റത്തുനിന്നും മറ്റേ അറ്റത്തേക്ക് നടത്തിയ യാത്ര നമ്മൾ മുഴുവൻ ചർച്ച ചെയ്താണല്ലോ. നിങ്ങൾ പരിഹസിച്ച യാത്രയാണ്, ജനങ്ങൾ അദ്ദേഹത്തോട് സമ്മതിച്ച യാത്രയാണ്. അങ്ങനെ സമ്മതിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച 2 പ്രസംഗങ്ങളാണ്, രാജസ്ഥാൻ പ്രസംഗവും ജമ്മു കശ്മീരിലെ പ്രസംഗവും. അവിടെയാണ് പറഞ്ഞത്, ഇനി നിങ്ങളുടെ തർക്കം ഏതാണ്? ഈ 2000 ചതുരശ്ര കിലോമീറ്റർ തെറ്റിപ്പോയി എന്നതാണോ? എത്ര കിലോമീറ്റർ എന്നതാണോ തർക്കം? അതിർത്തിയിലേക്ക് അവർ വന്നിട്ടില്ലേ? ഇവിടെ പെട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം വന്നിട്ടില്ലേ? ഈ ചോദ്യങ്ങൾ ആര് ചോദിക്കും പ്രതിപക്ഷമല്ലാതെ? കഴിഞ്ഞു സ്മൃതി. ഒരു കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിക്കട്ടെ. ഞാൻ ആകെ നടത്തിയിട്ടുള്ള വിശദീകരണത്തെക്കാൾ ദീർഘമായിരുന്നു സ്മൃതിയുടെ ചോദ്യം. അതായത് എനിക്ക് ഉത്തരം പറയാൻ അനുവദിക്കപ്പെട്ടതിനേക്കാൾ സമയം അങ്ങ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ച ക്ഷമ ഇനി ഞാൻ മറുപടി പറയുമ്പോൾ അങ്ങും കാണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു കാര്യം, ഈ പറയുന്ന 2020 ഇന്തോ ചൈന സ്റ്റാൻഡ് ഓഫ് എന്ന് പറയുന്ന ഡോക്ലാൻഡ് സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നത് ചൈനയുടെ ക്ലെയിമാണ്. ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ 20 ജവാന്മാർ മരിച്ചു എന്നത് ഔദ്യോഗികമായി ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. തന്നെയുമല്ല, ചൈനീസ് ഭാഗത്തെ കാഷ്വാലിറ്റിയെ പറ്റിയിട്ടും ഇന്ത്യക്ക് ക്ലെയിമുകളുണ്ട്, അത് ചൈന അംഗീകരിച്ചിട്ടില്ല. ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ 1962 ശേഷം നോൺ കോമ്പാറ്റ് അഗ്രിമെൻ്റ് ഉള്ള സ്ഥലമാണ്. അതായത് ആയുധങ്ങൾ എടുത്ത് പോരാടാൻ 2 സൈനികർക്കും വിലക്കുണ്ട്. അതുകൊണ്ട്
ഒരു ആയുധം എടുത്തിട്ടുള്ള പോരാട്ടമല്ല അവിടെ നടത്തുന്നത്. അവിടെ നടത്തുന്ന ഫിസ്റ്റ് ഫൈറ്റ് പോലെയുള്ള കാര്യങ്ങളാണ്. അവിടെ ഇന്ത്യൻ ജവാന്മാർ കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് ചൈനീസ് ജവാന്മാരെ നിലംപരിശാക്കിയെന്നും ധാരാളം കാഷ്വാലിറ്റി അവരുടെ ഭാഗത്താണ് സംഭവിച്ചതെന്നും നമ്മുടെ ഭാഗത്തും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ പൊസിഷൻ. അവിടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്ത്, ഇന്ത്യൻ പട്ടാളക്കാർ, പാവങ്ങളായിട്ടുള്ള ഇന്ത്യൻ പട്ടാളക്കാർ ചൈനീസ് പട്ടാളത്തിൻ്റെ ത്രാഷിങ്ങും ത്രാഷിങ്ങും അടിയും തൊഴിയും കൊണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതായത് ഇന്ത്യ എടുക്കുന്ന ഒരു ഒഫീഷ്യൽ പൊസിഷൻ, ഒരു അന്താരാഷ്ട്ര ഫോറത്തിന് മുന്നിൽ ഇന്തോ ചൈന പ്രശ്നത്തിൽ ഇന്ത്യ എടുക്കുന്ന ഒരു ഒഫീഷ്യൽ പൊസിഷന് വിരുദ്ധമായി ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. അതിനെപ്പറ്റി എന്തുകൊണ്ട് സുപ്രീം കോടതി ഇത് പാർലമെന്റിൽ ചോദിച്ചില്ല നിങ്ങൾ ചോദിച്ചു. രാഹുൽ ഗാന്ധി ഈ പരാമർശം നടത്തുന്നതല്ലാതെ ഒരു ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചോദിച്ചിട്ടില്ല, ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല. രാജ്നാഥ് സിംഗ് അതിന് ഉത്തരം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. രാജ്നാഥ് സിംഗ് അതിന് ഉത്തരം പറഞ്ഞത് BJP അംഗം സ്റ്റാർഡ് ചോദ്യമായിട്ടത് ചോദിച്ചുകൊണ്ടാണ്. ഈ കാര്യം ഇങ്ങനെ സമൂഹത്തിൽ ധാരാളം കൺഫ്യൂഷൻസ് സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ അപവാദ പ്രചരണങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും കാരണമാകുന്ന സാഹചര്യത്തിൽ ഈ കാര്യം സർക്കാർ തന്നെ വിശദീകരിക്കണമെന്ന് പറഞ്ഞ് BJPയുടെ ഒരു MP സ്റ്റാർഡ് ചോദ്യം ചോദിച്ചപ്പോഴാണ് രാജ്നാഥ് സിംഗിന് ഈ കാര്യം പാർലമെന്റിൽ വിശദീകരിക്കാനുള്ള അവസരം വന്നത്. രാഹുൽ ഗാന്ധി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സ്റ്റാർഡായിട്ടോ അൺസ്റ്റാർഡായിട്ടോ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഇനി കോടതി എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം നടത്തിയെന്ന് ഇപ്പോൾ ചോദിച്ചു. അതിന് ഞാനൊരു പശ്ചാത്തലം പറഞ്ഞു. അതായത് ഈ വർഷം രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതി കേൾക്കുന്ന 3ാമത്തെ ഡിഫമേഷൻ കേസാണിത്. 10 ദിവസം മുമ്പാണ് സവർക്കർക്കെതിരെയുള്ള ഡിഫമേഷൻ കേസിൽ സ്റ്റേ കൊടുത്തത്. ജനുവരി മാസത്തിലാണ് അമിത്ഷാ മർഡർ കേസ് പ്രതിയാണ് എന്ന്, അമിത്ഷായ്ക്കെതിരെ ഒരു മർഡർ കേസ് പോലും പെൻഡിങ് ഇല്ല, ഒരു FIR പോലും ഇല്ല. അങ്ങനെയുള്ള അമിത്ഷാ മർഡർ കേസ് പ്രതിയാണെന്ന് പറഞ്ഞതിനെതിരെയുള്ള ഡിഫമേഷൻ കേസ് കോടതി സ്റ്റേ ചെയ്ത് കൊടുത്ത്. കോടതി നിരന്തരമായി സ്റ്റേ ചെയ്ത് കൊടുക്കുകയാണ്. നിരുത്തരവാദിത്തപരമായിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത് തുടരുകയുമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞത് കർഷക സമരത്തിനിടയിൽ അരുൺ ജെയ്റ്റ്ലി തന്നോട് സമരത്തിൽ നിന്ന് പിന്മാറാൻ തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ്. നിങ്ങൾ ഓർക്കണം, 2019 ഓഗസ്റ്റിൽ മരിച്ചിട്ടുള്ള ആളാണ് അരുൺ ജെയ്റ്റ്ലി. 2020 സെപ്റ്റംബർ മാസത്തിൽ പാസ്സാക്കിയിട്ടുള്ള കർഷക നിയമങ്ങൾക്കെതിരെയാണ് കർഷക പ്രക്ഷോഭം ഉണ്ടായത്. ഒരു കൊല്ലം മുമ്പ് മരിച്ചു പോയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി തന്നെ വന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള അസത്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മകന് തന്നെ വന്നത് തിരുത്തേണ്ടി വന്നു. മനോഹർ പാരിക്കർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുൻ പ്രതിരോധത്തിനായി അദ്ദേഹത്തെ പോയി സന്ദർശിച്ചതിന് ശേഷം പുറത്തു വന്നിട്ട് പറഞ്ഞു റഫേൽ ഡീലിനെ പറ്റി തനിക്കൊന്നും അറിയില്ലെന്ന് മനോഹർ പാരിക്കർ എന്നോട് പറഞ്ഞു എന്ന വ്യാജം പറഞ്ഞു. അവസാനം ആശുപത്രി കിടക്കയിൽ നിന്ന് മനോഹർ പാരിക്കർക്ക് കത്തയക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് വയ്യാത്ത അവസ്ഥയിൽ പാർലമെന്റിൽ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടി വന്നു. ഇങ്ങനെ ഒരു പരാമർശം ഞാൻ നടത്തിയിട്ടില്ല. അത് ബോധപൂർവ്വം അസത്യ പ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും നിരുത്തരവാദിത്തമായിട്ടുള്ള പരാമർശങ്ങളും നടത്തുന്നത് തുടരുകയാണ്. അപ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്താണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള രേഖ? 2000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി നഷ്ടപ്പെട്ടു എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമോ ആധികാരികവുമായിട്ടുള്ള രേഖകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വി പറയുന്ന ഉത്തരം, നിങ്ങൾ ആ കോടതിയിലെ പ്രൊസീഡിങ്സ് നോക്കണം. അദ്ദേഹം പറയുന്ന ഉത്തരം, അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടേ, അദ്ദേഹം ചോദിച്ചില്ലെങ്കിൽ ഇത് ആര് ചോദിക്കും? അപ്പോഴാണ് കോടതി പറയുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പാർലമെന്റിലാണ്. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്? എന്തിനധികം പോകുന്നു? ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക്, അതെ, ഈ ചോദ്യം ചോദിച്ചോ എന്ന് ചോദിച്ചാൽ എപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയിട്ടുണ്ട്? ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ചർച്ച നടന്നല്ലോ. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയോ ശങ്കുട്ടി ദാസ്? നമുക്ക് നഷ്ടം സംഭവിച്ചു എന്നുള്ളതിൽ ചോദ്യം പാടില്ല എന്ന് എവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്? നമുക്ക് നഷ്ടം സംഭവിച്ചോ എന്ന് അറിയണ്ടേ? എന്താണ് ഡൊണാൾഡ് ട്രംപ് എന്ന പേര് പറയാൻ മടിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കണ്ടേ? ഇല്ല, മറുപടിയില്ല. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ആർക്കാ മറുപടി ഇല്ലാത്ത? സർക്കാരിന് മറുപടിയില്ല. നിങ്ങൾക്ക് മറുപടി നിങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി ടെലിവിഷൻ അഡ്രസ്സിലൂടെ രാജ്യത്തിന് മുഴുവൻ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു ഇതിലൊരു മൂന്നാമനും ഇടപെട്ടിട്ടില്ല. ബീഹാറിൽ പോയി പൊതുപ്രസംഗം നടത്തുകയല്ല ശങ്കുട്ടി ദാസ് വേണ്ടത്. അല്ല, ഇതിൽ ഉത്തരവാദപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. ഒരു പ്രസംഗ രൂപേണ അവതരിപ്പിക്കലല്ലോ വേണ്ടത്. ഇന്ത്യയുടെ ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ മിലിറ്ററി ബ്രീഫിംഗിൽ ഇന്ത്യയുടെ സൈനിക വക്താക്കളായിട്ടുള്ള ആളുകൾ ഈ കാര്യത്തിൽ എങ്ങനെയാണ് നടപടിക്രമം നടന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിട്ട് ഇതിൽ അമേരിക്കൻ ഇന്റർഫറൻസ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വിദേശകാര്യമന്ത്രി ജയശങ്കർ മാധ്യമങ്ങളെ കണ്ടിട്ട് ഇതിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പാർലമെന്റിൽ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതേപോലെ തന്നെ കിരൺ റിജിജു എന്ന് പറയുന്ന ഈ നഷ്ടം സംബന്ധിച്ച് ഇന്ത്യക്ക് എത്ര നഷ്ടം സംഭവിച്ചു എന്ന് മാധ്യമങ്ങൾ നിരന്തരമായി ചോദിക്കുന്നുണ്ട്. അതിൽ ചില പ്രതികരണങ്ങൾ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റിൽ ഇതിൽ വിശദീകരണം ചോദിക്കുന്നത്. നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം പറയുന്നില്ല. ഡൊണാൾഡ് ട്രംപ് ഇതിൽ തീരുമാനമെടുത്തോ
വെടിനിർത്തലിന് തീരുമാനമെടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന പേര് പറയാൻ ഭയപ്പെടുന്നു. അതല്ലേ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം? എന്നിട്ട് ഇപ്പോൾ എന്താണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഈ വിധേയത്വത്തിന് നമുക്കിപ്പോൾ എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണല്ലോ ശങ്കുട്ടിദാസ്. അല്ല, ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൂടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതായത് അമേരിക്ക ഇന്ത്യക്കെതിരെ താരിഫ് ബാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്തിൽ ഇന്ത്യ അതിനോട് വളരെ ധൈര്യപൂർവ്വം പ്രതികരിക്കുന്നതിലുള്ള അസന്തുഷ്ടിയും അസ്വസ്ഥതയും കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് പറയാണ് ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണെന്ന്. ബാക്കി എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അമേരിക്ക ഇന്ത്യക്കെതിരെ നടത്തുന്ന ഹീനമായിട്ടുള്ള ആക്രമണത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുകയും അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വിശ്വപ്രസിദ്ധമായിട്ടുള്ള സത്യമല്ലേ, ലോകത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല, ഇന്ത്യൻ എക്കോണമി എന്നേ ചത്ത എക്കോണമിയാണെന്നാണ് പറഞ്ഞത്. കോൺഗ്രസിലെ തന്നെ ശശി തരൂരും അതേപോലെ തന്നെ രാജീവ് ശുക്ലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയെ തള്ളിക്കൊണ്ട് മുന്നോട്ട് വന്നു. ഇന്ത്യൻ എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി നിരന്തരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ശങ്കുട്ടിദാസ്. അത് ട്രംപ് പറഞ്ഞു കൊടുത്തിട്ടല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമ്മൾ രണ്ടുപേരുമുള്ള ചർച്ചയായത് നിൽക്കേണ്ടതില്ല. അഭിപ്രായങ്ങൾ നമുക്ക് വേറെയും കേൾക്കാം. അങ്ങേക്ക് ഇനിയും മറുപടി പറയാം ശങ്കുട്ടിദാസ്. ഏതായാലും സമയം കിട്ടിയിട്ടില്ല എന്ന് ഇനി പറയില്ലല്ലോ. സമയം കിട്ടിയിട്ടില്ല എന്ന് ഇനി പറയില്ല. ബാക്കിയുള്ളവരിലേക്ക് എനിക്കും ധാരാളം സമയം കിട്ടി. വലിയ ചോദ്യങ്ങളായിരുന്നു. കുഴപ്പമില്ല, അത് സാരമില്ല. ഇടയ്ക്ക് അങ്ങ് പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ട് ഞാൻ വീണ്ടും ചൈനയിലേക്ക് എത്തിച്ചതാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങൾ അത് ഒരു സാധാരണഗതിയിൽ വളരെ സ്വാഭാവികമായൊരു പരാമർശമായി കാണാൻ പറ്റുമോ? കാരണം രാജ്യസ്നേഹം, രാജ്യദ്രോഹം, ആരാണ് ഇന്ത്യക്കാരൻ, ആരാണ് യഥാർത്ഥ പൗരൻ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. നിയമത്തെ വ്യാഖ്യാനിക്കുക എന്നതിനപ്പുറം ഭരണഘടനയിലൂന്നി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനപ്പുറം വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക്, അതായത് ഭരിക്കുന്നവർ നടത്തുന്ന പ്രയോഗങ്ങളിലേക്ക് കോടതി പോകുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാമോ? അത് പറയുന്നതിന് മുമ്പ് ഏത് സാഹചര്യത്തിലാണ് ഈ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ വന്നതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. രാഹുൽ ഗാന്ധി താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാരത് ജോഡോ യാത്ര നടത്തിയ സന്ദർഭത്തിൽ ഇന്ത്യ ചൈന ക്ലാഷ് നടന്നപ്പോൾ അരുണാചൽ പ്രദേശിൽ നമ്മുടെ ആർമി ജവാൻസിനെ അവർ ത്രാഷ് ചെയ്യുകയാണെന്നൊരു കമൻറ്റ് പറഞ്ഞിരുന്നു. അതിനെതിരെ BROയുടെ ഡയറക്ടർ ഉദയ് ശങ്കർ ശ്രീവാസ്തവ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ആർമിയിലെ കേണൽ റാങ്കുള്ള ഓഫീസറാണ്. 2022 ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക, ഡിഫമേഷൻ. എനിക്കിത് കേട്ടിട്ട് വളരെ വിഷമമുണ്ട്. ഇത് ഡിഫമേറ്ററി ആണ് എന്ന് പറഞ്ഞാണ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നത്. അത് മജിസ്ട്രേറ്റ് കോടതി സമൻസ് ഇഷ്യൂ ചെയ്യുന്നു രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു കുറ്റമേ നടന്നിട്ടില്ല, ഹൈക്കോടതി ഇത് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ലക്നൗ ബെഞ്ചിനെ സമീപിക്കുക. അലഹബാദ് ഹൈക്കോടതിയിൽ ഈ ക്രിമിനൽ കേസ് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കൊടുക്കുന്നു. ഹൈക്കോടതി ആ കേസ് ക്വാഷ് ചെയ്യാൻ വിസമ്മതിക്കുമ്പോൾ അതിനെതിരെയാണ് സുപ്രീം കോടതിയിലേക്ക് രാഹുൽ ഗാന്ധി സ്പെഷ്യൽ പെറ്റീഷൻ ഫയൽ ചെയ്തത്. അപ്പം സാധാരണ 2-3 ലീഗൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്ന്, ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ക്രിമിനൽ കേസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ മെറിറ്റിലേക്ക് പോകണ്ട. ഇവിടെ ഇപ്പം മെറിറ്റിനെ പറ്റി ചർച്ച ചെയ്തല്ലോ. ഒരു സാധാരണ വ്യക്തിയാണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഒക്കെ ഒരു കേസ് നമുക്കെതിരെ വരുമ്പോൾ അത് ക്വാഷ് ചെയ്ത് മേടിക്കണമെങ്കിൽ ഹൈക്കോടതി നോക്കുന്നത് ആ കംപ്ലൈൻറ്റ് ആസച്ച് എടുക്കുക. ഈ കംപ്ലൈൻറ്റ് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഡിഫൻസ് നോക്കരുത്. കംപ്ലൈൻറ്റ് വായിച്ചു നോക്കിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിൽ കൂടി ഒഫൻസ് മേക്ക് ഔട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ആ കേസ് ക്വാഷ് ചെയ്യാം. അതാണ് സുപ്രീം കോടതി ഭജൻലാൽ കേസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ ഈ ഡിഫമേഷൻ ആണെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തു, ഡിഫമേഷൻ ആണോ അല്ലയോ എന്ത് ഉദ്ദേശത്തിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ട്രയലിലേ വരത്തുള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് അത് ആ സ്റ്റേറ്റ്മെന്റ് ഡിഫമേറ്ററി ആണ് എന്ന് പറഞ്ഞ കംപ്ലൈന്റ് അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ, അതോ ആ സ്റ്റേറ്റ്മെന്റ് അതേ എടുത്താലും അതിനകത്ത് ഡിഫമേഷൻ ഒന്നും ഇല്ലയോ? ഡിഫമേഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് ക്വാഷ് ചെയ്യാം. അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിരിക്കണം. ഈ കംപ്ലൈന്റ് ഏതെങ്കിലും രീതിയിൽ ഒരു ഇല്ലീഗാലിറ്റി ഉണ്ട്, എന്തെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള വയലേഷൻ ഉണ്ടെങ്കിലും ഹൈക്കോടതിക്ക് ക്വാഷ് ചെയ്യാം. ഹൈക്കോടതിയിൽ ആർഗ്യൂ ചെയ്തത് മെയിനായിട്ട് രാഹുൽ ഗാന്ധി ഹൈക്കോടതിയിൽ ആർഗ്യൂ ചെയ്തത് ഈ കേസ് ഫയൽ ചെയ്ത ആളൊരു അഗ്രീവ്ഡ് പേഴ്സൺ അല്ല. ഇപ്പൊ ഡിഫമേഷൻ ഫയൽ ചെയ്യുമ്പോൾ ഡിഫമേഷന്റെ ഒരു പ്രത്യേകത, അപകീർത്തി കേസുകൾ ഫയൽ ചെയ്യുമ്പോൾ എപ്പോഴും ആർക്കെതിരെയാണോ അപകീർത്തി പരാമർശം നടത്തിയത് അയാളാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടു രാഹുൽ ഗാന്ധിക്കെതിരെ മോദി എന്നുള്ള പേര്, എനിക്ക് മോദി എന്നുള്ള പേരുണ്ട്, ഇദ്ദേഹം എന്നെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ കേസ് കൊണ്ട് ഫയൽ ചെയ്തു. അപ്പം
അത് ഒരു സ്ട്രാറ്റജിക് ലിറ്റിഗേഷൻ എന്ന് പറയും. പബ്ലിക് സർവൻസിനെ അവരുടെ ഫ്രീ സ്പീച്ചിനെ ഇത് ചെയ്യാൻ വേണ്ടി വെളിയിലൊക്കെ പറയും. അതിനെ സ്ലാപ്പ് എന്ന് പറയും, സ്ലാപ്പ് സ്യൂട്ട് എന്ന് പറയും. ഇത് പല സ്റ്റേറ്റുകളിൽ കൊടുക്കാം. ഒരേ സ്റ്റേറ്റുകളിലായി 32 കേസുകൾ എന്നൊരു കണക്കുണ്ട്, 40-ലേറെ കേസുകൾ എന്ന കണക്കുണ്ട്. അങ്ങനെ കേസുകൾ നേരിടാൻ രാജ്യത്ത് ഉടനീളം കോടതികളിലേക്ക് ഓടി ഓടി പോകേണ്ട ഒരു അവസ്ഥ സൃഷ്ടിക്കുക, അങ്ങനെ ക്ഷീണിപ്പിക്കുക ഒരു തന്ത്രമല്ലേ? അത് നേരത്തെ നടന്നിരുന്നു. ഞാൻ ഈ കേസിലേക്ക് വരാം. ഈ കേസിൽ രാഹുൽ ഗാന്ധി സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതി പ്രധാനമായിട്ട് ചോദിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ഓറൽ ഒബ്സർവേഷൻ ആണ്, ഫൈനലായിട്ടൊരു ഓർഡർ വന്നിട്ടില്ല. ഈവൻ ഇന്ററിം ഓർഡർ വന്നപ്പോൾ പോലും സ്റ്റേ ആണ് കിട്ടിയത്. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടൊരു സ്റ്റേ ആണ് കൊടുത്തത്. 3 ആഴ്ചത്തേക്ക് സ്റ്റേ കൊടുത്തു. അതിനു മുമ്പ് കോടതി തേടിയ ചില ഉത്തരങ്ങൾ, അത് സാധാരണഗതിയിൽ ആൻസർ എലിസിറ്റ് ചെയ്യാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ചോദിച്ചത്, നിങ്ങളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ എന്തായിരുന്നു അതിന്റെ ബേസ്, അതായത് അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പം അഭിഷേക് സിംഗ്വി ഇതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ അഡ്വക്കേറ്റ് ആർഗ്യ ചെയ്ത ഒരു കാര്യം, ഇതില് BNSS സെക്ഷൻ 223 അനുസരിച്ച് ഈ കംപ്ലൈന്റിനെ ഈ പരാതിക്കാരനെ വിളിച്ചിട്ട് അയാളുടെ എവിഡൻസ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അയാളെ വിസ്തരിച്ചിട്ട് വേണം ഇത് കോഗ്നൈസൻസ് എടുക്കാൻ, ഇതിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ. അത് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ ഇത് ആർഗ്യ ചെയ്തോന്ന് ചോദിച്ചു ഹൈക്കോടതിയിൽ. ആ ഒരു കാര്യം അങ്ങനെയല്ല ആർഗ്യത്. ഹൈക്കോടതിയിലെ അഗ്രീവ്ഡ് പേഴ്സൺ അല്ല വന്നിരിക്കുന്നത്, വേറൊരാളാ വന്നെന്നാണ് ആർഗ്യത്. അത് ഹൈക്കോടതി പറഞ്ഞില്ല, ആർമിയുടെ കേണലിന്റെ ഈക്വലന്റ് റാങ്ക് ഉള്ളതാണ്, അതുകൊണ്ട് പേഴ്സൺ അഗ്രീവ്ഡ് എന്ന് അത് കൺസിഡർ ചെയ്തിട്ടാണ് ഹൈക്കോടതി വിസമ്മതിച്ചത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ആ ഒരു കാര്യം ഞങ്ങൾ പരിശോധിക്കാം. ഈ BNSSന്റെ സെക്ഷൻ 223 വയലേറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലൈന്റിനെ വിസ്തരിക്കാതെയാണ് കോഗ്നൈസൻസ് എടുത്തത്, അതായത് അതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചത്. അതുകൊണ്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യാം, സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനിടയിൽ കാഷ്വലായിട്ട് ഒബ്സർവ് ചെയ്ത ചില കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്, ഇങ്ങനെയുള്ള കാഷ്വൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് പറയാമോ? നിങ്ങൾ കണ്ടോ ഈ 2000 സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ്, എന്താണ് അതിന്റെ എവിഡൻസ് എന്ന് ചോദിച്ചപ്പം ഡോക്ടർ സിംഗ്വി പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞു. അപ്പം കോടതി പറഞ്ഞു, ഈ കാര്യം പാർലമെന്റിൽ നിങ്ങൾക്ക് ഉന്നയിക്കാം, സോഷ്യൽ മീഡിയയിലാണോ ഉന്നയിക്കേണ്ടതെന്ന് ചോദിച്ചു. സോഷ്യൽ മീഡിയയിലല്ല, പബ്ലിക് സ്പീച്ചിലാണെന്ന് ഇരിക്കട്ടെ. ഇതൊക്കെ ഓറൽ ഒബ്സർവേഷൻസ് ആണ്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ ഡിസിഷൻ ഉണ്ട്. 2023 കൗശൽ കിഷോർ എന്ന് പറയും, അതിലെ അസം ഖാൻ മന്ത്രി, UP പഴയ മന്ത്രി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തെ ചോദ്യം, സുപ്രീം കോടതിയുടെ മുന്നിലുണ്ടായിരുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിലുണ്ടായിരുന്ന ചോദ്യം, പബ്ലിക് സർവൻസിന്, മന്ത്രിമാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള പദവികളിൽ ഇരിക്കുന്നവർക്ക് സാധാരണ വ്യക്തികൾക്കുള്ള റെസ്ട്രിക്ഷൻസിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഫ്രീ സ്പീച്ചിന്റെ പുറത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടോ? ആ കേസിനകത്ത് അസം ഖാൻ പറഞ്ഞു, ഒരു റേപ്പ് കേസ് നടന്നിട്ടില്ല, ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതിൽ കേസ് വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, അങ്ങനെ പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, എല്ലാ മനുഷ്യർക്കും ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, ഏത് സ്ഥാനത്തിരിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ ഈ റെസ്ട്രിക്ഷൻസേ ഉള്ളൂ. അതിനകത്ത് പറയുന്ന ആർട്ടിക്കിൾ 19(2) പറയുന്ന കുറച്ച് ഗ്രൗണ്ട്സ് ഉണ്ട്. ആ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറയും, അതിനുള്ളിൽ നിന്നുകൊണ്ട് ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ അതിനകത്തെ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ആണ് ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ മാനനഷ്ടം വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ല എന്നുള്ളതും ഉണ്ട്. അപ്പൊ ഇതില് കോടതി ഒരു വിവേചനാധികാരം ഉപയോഗിക്കുകയാണ്. അതായത് ഈ കേസ് ട്രയല് പോയി ഫേസ് ചെയ്യണോ? രാഹുൽ ഗാന്ധി പറഞ്ഞ എല്ലാം സത്യമാണ്, അദ്ദേഹത്തിന് പറഞ്ഞ കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്, ഇതിൽ ഡിഫമേഷൻ ഇല്ല എന്ന് ട്രയൽ കോടതി പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ കേസിനകത്തൊരു ഇല്ലീഗാലിറ്റി നടന്നിട്ടുണ്ട്, കംപ്ലൈന്റിനെ വിസ്തരിച്ചില്ല എന്നുള്ള കാര്യത്തിലാണ് സുപ്രീം കോടതി ഇപ്പൊ പ്രഥമ ദൃഷ്ട്യാ ഇന്റർഫിയർ ചെയ്യാൻ തീരുമാനിച്ചത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ എടുത്താലും ഇതിനകത്ത് ഡിഫമേറ്ററി ആയിട്ട് ഒന്നും ഇല്ല എന്ന് തോന്നിയാലും ക്വാഷ് ചെയ്യാം. അപ്പൊ ആ ഘട്ടത്തിലേക്കൊക്കെ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പിൽ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ വന്നു. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യം ഇങ്ങനെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് പ്രധാനമന്ത്രി ഇതുവരെ പ്രസിനെ മീറ്റ് ചെയ്യുന്നില്ല, അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. അത് അദ്ദേഹം വളരെ കൺവീനിയന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ കൂടെ ഇരുന്നുള്ള വളരെ കാഷ്വൽ ആയിട്ടുള്ള ചർച്ചകൾ മാത്രമേ നടത്തുന്നുള്ളൂ. പാർലമെന്റിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം ഗവൺമെന്റ് അവരുടെ രീതിക്ക് പറയുന്നു. ചില കാര്യങ്ങളിൽ ഗവൺമെന്റ് ഡയറക്റ്റ് ഉത്തരം പറയാതെ വൈസ് പ്രസിഡന്റ് ആണ് വിളിച്ചത്. പ്രസിഡന്റ് വിളിച്ചോ ഇല്ലെന്ന് ചോദിച്ചാൽ വേറെ ആരും വിളിച്ചിട്ടില്ല. US വൈസ് പ്രസിഡന്റ് പല പ്രാവശ്യം വിളിച്ചിരുന്നു എന്നൊക്കെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന ഇഷ്യൂസ് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിന് ലോക്സഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിന്റെ 2 സഭ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അത് പ്രതിപക്ഷ പാർട്ടികൾ അത് ഏറ്റെടുക്കുകയും
പാർലമെന്റിൽ ആ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ആകെയുള്ള സുപ്രീം കോടതിയുടെ മുന്നിലുള്ള ആകെയുള്ള ഒരേ ഒരു ചോദ്യം, രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ഡിഫമേഷൻ കേസ് തുടരണോ അതോ ഈ സ്റ്റേജിൽ തന്നെ അത് ക്വാഷ് ചെയ്ത് കളയണോ എന്നുള്ള ചോദ്യമാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഓറലായിട്ട് ചില കാര്യങ്ങൾ തന്നെയാണ്, അതിലൊന്നും സംശയമില്ല ശ്രീ പ്രശാന്ത് പത്മനാഭൻ. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ ചോദിക്കാമോ എന്നൊരു ചോദ്യം കോടതി ചോദിക്കുമ്പോൾ അതൊരു പരാമർശമാണെങ്കിൽ കൂടി അത് ഒരു നല്ല ചോദ്യമാണോ എന്നൊരു സംശയം തോന്നുക സ്വാഭാവികമാണ്. അതിലൊരു രാഷ്ട്രീയ പ്രതികരണമുണ്ടോ എന്ന സംശയം തോന്നുക സ്വാഭാവികമാണ്. ഇതിനു മുൻപും സവർക്കറുടെ വിഷയത്തിലും ആ കേസ് സ്റ്റേ ചെയ്തു എന്ന് പറയുമ്പോഴും ഇതേ ജഡ്ജി മേലിൽ ഇങ്ങനെ പ്രസ്താവനകൾ നടത്തരുത് എന്നാണ് പറയുന്നത്. സവർക്കറെ വീർ സവർക്കറായി എല്ലാവർക്കും കാണാൻ പറ്റണമെന്നില്ലെന്നേ. അല്ല, സവർക്കറുടെ കാര്യത്തിൽ ഞാനത് പറയാം. സവർക്കറുടെ കാര്യത്തിലും ഇദ്ദേഹത്തിന് മുമ്പിൽ തന്നെ അത് ഇതുപോലെ തന്നെ ഡിഫമേഷൻ കേസായിരുന്നു. അതായത് അപകീർത്തി സംബന്ധിച്ച ഒരു കേസ് വന്നപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. താഴത്തെ കോടതിയിൽ, വിചാരണ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ബോധിപ്പിക്കാനുള്ള അവസരം ഉള്ളപ്പോൾ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും വന്നിട്ട് ഈ കേസ് കംപ്ലീറ്റ് ആയിട്ട് ക്വാഷ് ചെയ്യണം എന്ന് പറയുമ്പോഴാണ് കോടതി ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ കോടതിയിലേക്ക് വരേണ്ടി വന്നത് ഇങ്ങനെ ഒരു കേസ് വരാനുള്ള സാഹചര്യം, ആ പറയുന്ന കാര്യങ്ങൾ അവിടെ പ്രൂവ് ചെയ്താൽ മതി, അങ്ങനെയാണെങ്കിൽ ആ കേസ് കണ്ടസ്റ്റ് ചെയ്യാമല്ലോ. അതിനിടയിൽ വന്ന ഒരു ഓറൽ ഒബ്സർവേഷൻ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ പർട്ടിക്കുലർ ജഡ്ജി ജസ്റ്റിസ് ദീപാങ്കർ ഗുപ്ത, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജി ആകുന്നതിന് മുമ്പ് ഈ ഗവൺമെന്റ് കുറച്ചുനാൾ തടഞ്ഞു വെച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഫയല്. കാരണം അദ്ദേഹം കൽക്കട്ടയിൽ നിന്നുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ജഡ്ജിയാണ്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് കുറച്ചു നാളത്തേക്ക് ഫയൽ തടഞ്ഞു വെക്കുകയും പിന്നീട് കൊളീജിയൻ രണ്ടാമത് അത് ഊന്നി പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഇനിയിപ്പോൾ ചീഫ് ജസ്റ്റിസ് ആകത്തില്ല. പക്ഷെ അദ്ദേഹം വളരെ സുപ്രീം കോടതിയിൽ പേരെടുത്ത നിഷ്പക്ഷമായിട്ട് വിധി എഴുതുന്ന ഒരു ജഡ്ജിയാണ്. മറ്റു കാര്യങ്ങൾ ഓറൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, സാധാരണഗതിയിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ, ഒരു സാധാരണ വ്യക്തിക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും ഉണ്ട്. 2 കേസിലും സ്റ്റേ കിട്ടുകയാണ് ഉണ്ടായത്. സവർക്കറുടെ കേസിനകത്തും സുപ്രീം കോടതി സ്റ്റേ കൊടുത്തു, ഈ ഒരു കേസിനകത്തും സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടി. അതിനിടയിൽ ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളാണിത്. ആ ചോദ്യങ്ങൾ ആ അർത്ഥത്തിൽ പിന്നെ പ്രതിപക്ഷത്തിനൊരു ഭരണപക്ഷത്തിന് രാഹുൽ ഗാന്ധിക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമായി ഉറപ്പായിട്ടും അതൊരു ആയുധമായിട്ടുണ്ട്. മാത്രമല്ല ചോദ്യങ്ങൾ ചോദിക്കാമോ എന്നൊരു ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പരാമർശമായി അവിടെ നിൽക്കുകയും ചെയ്യുകയാണ്. ഞാൻ അടുത്ത അങ്ങനെ തോന്നാം. ഒരൊറ്റ മിനിറ്റ്. ഓറൽ ഒബ്സർവേഷൻസ് ഒരിക്കലും രാഷ്ട്രീയക്കാർ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. കാർത്തി ചിദംബരം എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഡോക്യുമെന്ററി എവിഡൻസ് വേണോ, എന്തെങ്കിലും സഭയിൽ ചോദ്യം ഉന്നയിക്കണമെങ്കിൽ കോടതി പറയുന്നത് ഞങ്ങൾ ഡോക്യുമെന്ററി എവിഡൻസ് ഇല്ലാതെ ഒരു ചോദ്യം ഉന്നയിക്കരുതെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു. ഇന്ത്യൻ എക്സ്പ്രസിൽ ഇതുപോലെ RJD ഒരു MP ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതിയിരുന്നു, സുപ്രീം കോടതി ഇങ്ങനെയുള്ള ഒബ്സർവേഷൻസ് ഇടാൻ പാടില്ല. അത് രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാർ അത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് രാഹുലിനെയും പ്രിയങ്കയെയും അവരുടെ കുടുംബത്തെയും എങ്ങനെയൊക്കെയാണ് ഇവിടെ ഭരണപക്ഷം എന്തൊക്കെ രൂപത്തിലാണ് വിളിക്കുന്നുള്ളത് നമുക്കറിയാമല്ലോ. സോണിയാഗാന്ധിയെ ഇപ്പോഴും ഇറ്റലിക്കാരി എന്ന് വിളിക്കുന്നവരുണ്ട്. രാഹുൽ ഗാന്ധിയെ ഒരു ഘട്ടം വരെ പപ്പു എന്ന് വിളിച്ചിരുന്നു, ഷേസാദ എന്ന് വിളിച്ചിരുന്നു, രാജകുമാരൻ എന്ന് പരിഹസിച്ചുകൊണ്ട്. അത് പ്രധാനമന്ത്രി എപ്പോഴും ഏത് പ്രസംഗത്തിലും ഈ അടുത്ത് പോലും അതാണ് പ്രയോഗിച്ചിരുന്നത്. അദ്ദേഹം ഈ രാജകുമാരൻ പ്രയോഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വളരെ വിശദമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. തന്നെ ഇനി ആ രൂപത്തിൽ നിങ്ങൾ കാണരുത് എന്ന് വ്യക്തമായി പറയുന്ന രൂപത്തിൽ പ്രസംഗം നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിളികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് കോടതി നിന്നുള്ള പരാമർശം, നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ, ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ ചോദിക്കാമോ എന്ന്. അതിനെ എങ്ങനെ മനസ്സിലാക്കണം? സ്മൃതി, ഇവിടെ ഏതെങ്കിലും ലക്ഷ്മണ രേഖ അതിലംഘിച്ചുകൊണ്ട് കോടതിയോ പൊതുപ്രവർത്തകരോ പോകുന്നുണ്ടോ? ഇതാണ് കാതലായ വിഷയം. ഇവിടെ നോക്കൂ, ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പല പരാമർശങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെ പരാമർശങ്ങളല്ല ഇവിടെ തർക്ക വിഷയമായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നില്ല. ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ UPAയുടെ ഒരു ഉന്നത നേതാവ് മാത്രമായിരുന്നു, കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നു. അദ്ദേഹം തലമുതിർത്ത കോൺഗ്രസ് നേതാവ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് റെസ്പോൺസിബിലിറ്റി കാട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്, കോടതി അത് പറയുന്നതും സ്വാഭാവികമാണ്. പക്ഷേ ഏതെല്ലാം കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്, ഒരു നേതാവിന് ചോദ്യങ്ങൾ ചോദിക്കാം, അത് എത്രത്തോളം രാജ്യവിരുദ്ധമാകും, ഇത് തീരുമാനിക്കാനുള്ള അവകാശം കോടതിക്കുണ്ടോ എന്നത് മറ്റൊരു ചോദ്യം തന്നെയാണ്. ഇവിടെ നോക്കൂ, രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു രാഷ്ട്രീയ നേതാവ് ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? തീർച്ചയായും ഇന്ത്യയുടെ അഖണ്ഡത പരിരക്ഷിക്കാൻ ഗവൺമെന്റിന് ചുമതലയുണ്ട്. അഖണ്ഡതയുടെ ഭാഗമാണ്
സ്ക്വയർ കിലോമീറ്റേഴ്സ് ഭൂമി അവിടെ ഡെപ്സോങ് അല്ലെങ്കിൽ ഡംചോക്ക് മേഖലയിൽ നഷ്ടപ്പെട്ടു എങ്കിൽ, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ തത്തുല്യമായ ഭൂമി നഷ്ടപ്പെട്ടു എങ്കിൽ, നഷ്ടപ്പെട്ടു എന്നതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ ഒരുപക്ഷെ ചോദ്യം ചോദിക്കുന്ന ആളിന് ആ സമയത്ത് കഴിയില്ല. ഒരുപക്ഷെ കേട്ടുകേൾവി ആയിരിക്കാം, അല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റേ തേർഡ് പാർട്ടി റെഫറൻസ് ആകാം. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അദ്ദേഹം അന്ന് പാർലമെന്റ് മെമ്പർ തന്നെയാണ്. പാർലമെന്റിൽ അവസരം ഉണ്ടായിരുന്നു. അത് കോടതി അത് സൂചിപ്പിച്ചതിന് കുഴപ്പമൊന്നുമില്ല. പാർലമെന്റിൽ ചോദിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഒരു പൊതു ഇടത്ത്, ഒരു പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ അത് ചോദിച്ചു? അത് ഇന്ത്യയെ ഒരു മോശം ലൈറ്റിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കാണിക്കില്ലേ എന്ന് കോടതി വാക്കാൽ ചോദിച്ചു. ഇതൊരു പ്രഖ്യാപനമല്ല, ഒരു നിലപാടല്ല, ഒന്നുമല്ല, ഒരു പരാമർശം മാത്രമാണ്. ആ പരാമർശത്തിന്റെ ആഴതലങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നമ്മൾ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ തലങ്ങളാണ്. കാരണം ഇത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, ഏത് പൊതുപ്രവർത്തകനും ബാധകമാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ന്യായമായ മറുപടി സഭയ്ക്കുള്ളിലും പുറത്തു നൽകുക. സഭയ്ക്കുള്ളിൽ നൽകുന്നത് ഔപചാരികമാണ്, പുറത്ത് നൽകുന്നത് ധാർമ്മികമാണ്. ആ മറുപടി പൂർണ്ണമായി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മറുപടി ലഭിച്ചുവെന്ന്. പക്ഷേ എന്റെ അഭിപ്രായം ഇതാണ്, മറുപടി പറയാവുന്ന ഒരു ചോദ്യമല്ല ഈ 2000 കിലോമീറ്ററിനെ കുറിച്ച് ചോദിച്ചതെന്നാണ് എന്റെ സുചിന്തിതമായ അഭിപ്രായം. കാരണം ഇത് അതിർത്തി മേഖലയാണ്. 56 പോസ്റ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നിരിക്കുന്നു. ഇന്ത്യ ചില പോസ്റ്റുകൾ, ചൈനീസ് പോസ്റ്റുകൾ പിടിച്ചെടുത്തു. ചൈന ചില ഇന്ത്യൻ പോസ്റ്റുകൾ, കാവൽ പോസ്റ്റുകൾ പിടിച്ചെടുത്തു. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ ഏറെക്കാലമായി ഒരു ധാരണയുണ്ട്. അതിർത്തി സേനകൾ തമ്മിലുള്ള ധാരണയാണ്. ഒരു കാരണവശാലും വെടി ഉതിർക്കരുത്, ആയുധങ്ങൾ ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് ഒരു മുഷ്ടി യുദ്ധം, ഒരുതരം ബ്രോളാണ്, അതാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷം ടെറിട്ടറി നഷ്ടപ്പെട്ടോ എന്നതിനെക്കുറിച്ച് യാതൊരു പ്രസ്താവനയും നടത്തരുത് എന്നൊരു ധാരണയുമുണ്ട്. അതെല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയാണ്. ഇതൊരു പബ്ലിക് സ്പേസിലേക്ക് പോകേണ്ട കാര്യമല്ല. ഒരുപക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പൂർണ്ണമായ അറിവുണ്ടാകാം എത്രത്തോളം ടെറിട്ടറി ഡി ഫാക്ടോ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചൈനീസ് കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പോസ്റ്റുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതെല്ലാം തന്നെ പക്ഷേ ഡോക്ടർ മോഹൻ വർഗീസ് നോക്കൂ, 45 വർഷങ്ങൾക്ക് ശേഷം അവിടെയുണ്ടായ വെടിവെപ്പായിരുന്നു അത്. അന്ന് ആ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ നാശം സംഭവിച്ചിട്ടുണ്ട്, 2 ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്നലെ കോടതിയും പറഞ്ഞത്. ഈ ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ 2 ഭാഗത്തും നാശനഷ്ടം ഉണ്ടാകുമല്ലോ എന്ന് വെച്ച് ആ നാശനഷ്ടത്തെക്കുറിച്ച് ചോദിക്കരുത് എന്നർത്ഥം വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് സൈനികരുടെ രൂപത്തിലാണ് ആ നഷ്ടം സംഭവിച്ചത്. ഇന്ത്യയുടെ ഭൂമി അന്ന് എത്ര ചൈന കൈയടക്കിയെന്ന് അറിയില്ല. അങ്ങ് പറഞ്ഞതുപോലെ സർക്കാരിന് അറിയാമായിരിക്കാം. പക്ഷേ പിന്നീടും ഈ പറയുന്ന വലിയ രീതിയിലുള്ള സംഘർഷമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായിട്ടുണ്ട്, അവകാശവാദം ഉണ്ടായിട്ടുണ്ട്. അന്നതൊക്കെ തലക്കെട്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലഡാക്കിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ 2 കൗണ്ടികൾ, അതായത് 2 ജില്ലകൾ സ്ഥാപിക്കുകയെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലേ? അരുണാചൽ പ്രദേശ് അവരുടേതാണെന്ന വാദം അവർ തുടരുന്നില്ലേ? അപ്പോൾ ഇതിൽ ചോദ്യം വേണ്ടേ? തീർച്ചയായും ചൈനയുടെ 5 ഫിംഗേഴ്സ് പോളിസിയുടെ ഒരു ഭാഗമാണ് അരുണാചൽ പ്രദേശ്, മറ്റൊരു ഫിംഗറാണ് ലഡാക്ക്, നേപ്പാളാണ്, മറ്റൊന്ന് ഭൂട്ടാനാണ്, മറ്റൊന്ന് സിക്കിമാണ്. ഈ 5 ഫിംഗേഴ്സ് പോളിസിയുടെ 2 ഫിംഗേഴ്സ് ഇന്ത്യയിൽ തന്നെയാണ്. അത് കിഴക്ക് ഭാഗത്ത് അരുണാചൽ പ്രദേശും വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശും വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ലഡാക്കുമാണ്. ഈ 2 ഭാഗത്തും ചരിത്രപരമായി നമുക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 38,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഭൂമി 62-ലെ യുദ്ധത്തിൽ ചൈന പിടിച്ചെടുത്തു. അത് സിയാച്ചിൻ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭൂമി പിടിച്ചെടുത്തു. നോക്കൂ, കേരളത്തിന്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് കേവലം 42,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്നിട്ട് അത്രത്തോളം ഭൂമി ചൈന ആ ഭാഗത്ത് തന്നെ കൈവശപ്പെടുത്തി. പാകിസ്ഥാൻ അധീനതയിൽ അതിനേക്കാൾ ഭൂമിയുണ്ട്, ആസാദ് കാശ്മീർ എന്ന് അവർ വിളിക്കുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീർ. അപ്പൊ ഇന്ത്യയുടെ ഭൂമി ചരിത്രപരമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് കാലത്താണോ നഷ്ടപ്പെട്ടത്, BJP കാലത്താണോ എന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ ഡിബേറ്റായി പോകും. നമുക്ക് അതിലേക്ക് നീങ്ങാതിരിക്കട്ടെ. അത് ചരിത്രപരമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ 2000 കിലോമീറ്ററിന്റെ കാര്യം രാഹുൽ ഗാന്ധി പറയുന്നത് കുറച്ചുകൂടി വ്യക്തത വേണം. രാഹുൽ ഗാന്ധിയുടെ 4 പ്രസ്താവനകൾ 4 സമയത്തായി നടത്തിയ ഭൂമിയെക്കുറിച്ച് ഒരിടത്ത് പറയുന്നു 4000 കിലോമീറ്റർ. അത് സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്നല്ല, വെറുതെ പറഞ്ഞു വെക്കുകയാണ് 4000 കിലോമീറ്റർ. ഞാൻ ആ ഒരു ഏത് ഭാഗത്താണ് പറഞ്ഞത് എന്നത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, പക്ഷേ ഞാനത് എന്റെ ഓർമ്മയിലുണ്ട്. വേറൊരിടത്ത് പറയുന്നു 44,000 കിലോമീറ്റർ. ഒരുപക്ഷെ അത് ചരിത്രപരമായി നഷ്ടപ്പെട്ട ഭൂമിയെക്കുറിച്ചായിരിക്കാം.
രാഹുൽ ഗാന്ധി പല കണക്കുകളും പറയുന്നു. ഒരു റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പ്രാഥമികമായി ചെയ്യേണ്ടത് ഇന്ന അറിവുകൾ വെച്ചുകൊണ്ട് ഇന്ന വ്യക്തികളെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ന രേഖകൾ കോട്ട് ചെയ്തുകൊണ്ട് പറയേണ്ടതാണ്. ഇന്ന കാരണങ്ങളാൽ കൃത്യമായി പറയാനാവും. അതിന്റെ സ്ഥിരീകരണം പാർലമെന്റിൽ ഇതാ ഞാൻ ആവശ്യപ്പെടുന്നു. നാളിതുവരെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഈ ഭൂമി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് യാതൊരു ചോദ്യവും ചോദിച്ചതായി ഒരു കോൺഗ്രസ് എംപിയും ചോദിച്ചതായി അറിവില്ല. ചോദിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എംപിയാണ്. ആ ചോദ്യം ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. മുൻകാലങ്ങളിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഭൂമി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കൃത്യമായി ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയാനുള്ള അവസരം ഇതൊരു തരം വോളിബോൾ കളി പോലെയാണ്. ഒരാൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, മറ്റേ ആട്ടിച്ച് താക്കുന്നു. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. വലിയൊരു ക്യാപ്റ്റൻ ചോദ്യമുണ്ട്. ഈ കൃത്യം എന്ന് പറയുന്നതിൽ ചോദ്യമുണ്ട്. കൃത്യമാക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം സംഭവിച്ചതും എല്ലാം നശിപ്പിച്ചതും ആദ്യ പ്രധാനമന്ത്രിയാണല്ലോ നെഹ്റു. അത് പറഞ്ഞിട്ടല്ലേ തുടങ്ങുകയുള്ളൂ. പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും അതിലാണല്ലോ. അതാണ് നമ്മുടെ മുന്നിലുള്ള ഈ കൃത്യം കണക്ക് എന്നുള്ളത്. ആ കൃത്യം കണക്ക് അതാണ്. കൃത്യം കണക്കിൽ കശ്മീരുമായി ബന്ധപ്പെട്ടും കുറെ കള്ളക്കണക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കശ്മീരിനെ പാകിസ്ഥാന് കൊടുക്കാൻ നോക്കിയതാണ് എന്നടക്കം നെഹ്റുവിനെ കുറിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ പോലും അത് പറയുകയുണ്ടായി. അപ്പോൾ എത്രത്തോളം അതിൽ യാഥാർത്ഥ്യമായി ചേർന്ന് നിൽക്കുന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ഷിബു മീരാൻ, ഇപ്പോൾ കോടതി എന്തൊക്കെ പ്രതികരിക്കാം, എന്തൊക്കെ കാര്യങ്ങളിൽ പ്രതിഷേധിക്കാം എന്നതിലൊക്കെ തീരുമാനമെടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേട്ടല്ലോ, ഗാസയിൽ കുഞ്ഞുങ്ങൾ കൊന്നൊടുങ്ങുന്ന യുദ്ധം, അതിൽ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കാൻ CPIM അനുവാദം തേടുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിൽ വിഷമിച്ചാൽ പോരെ എന്ന പ്രതികരണമാണ് നടത്തുന്നത്. ആ റാലിക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് കണ്ടാൽ പോരെ? തീർച്ചയായും സ്മൃതി, ഇവിടെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ വിഷയം ഇപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ശരിയാണ്, കോടതികൾ ചില ചോദ്യങ്ങൾ അത്തരത്തിൽ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഹാവ് യു ഗോൺ ദെയർ, വാട്ട് മെറ്റീരിയൽ ഡു യു ഹാവ് അബൌട്ട് ദിസ് 2000, ഇതൊക്കെ ചില ചോദ്യങ്ങളുടെ ഒടുവിൽ സുപ്രീം കോടതി ഇന്ന് പറഞ്ഞു വെച്ചൊരു കാര്യം, ജഡ്ജി അദ്ദേഹം വാക്കാൽ നടത്തിയ പരാമർശത്തിൻ്റെ ഒരു അവസാന ഭാഗം, ഇഫ് യു ആർ എ ട്രൂ ഇന്ത്യൻ യു വുഡ് നോട്ട് ഹാവ് സേ ദിസ്. നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ നിങ്ങളിത് പറയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളെ നയിച്ചത് ഈ മുൻവിധിയായിരുന്നു. അവസാനം അതൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്നു എന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പ്രശ്നം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ രാഹുൽ ഗാന്ധിയെ രാജ്യസ്നേഹം പൊടിപ്പിക്കാനൊക്കെ BJP ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ കോടതിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിൽ പ്രതികരിക്കുന്നത്. കോടതിയോട് ഇവിടെ ആർക്കും ഒരു ബഹുമാനക്കുറവില്ല. ഇനി ശങ്കുട്ടി ദാസ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി സ്മൃതി. ഒന്നാമത്തേത്, രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തരഹിതമായ പ്രസ്താവനകൾ നടത്തുന്നു. അദ്ദേഹം രാജ്യ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നാണ്. സ്മൃതി, നമ്മുടെ കടൽ കടന്ന് ഭീകരവാദികൾ വരുന്നു. കണ്ണിൽ കണ്ടവരെ മുഴുവൻ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനത്ത് അവർ വെടിവെച്ചു വീഴ്ത്തുന്നു. ഇന്ത്യയുടെ സൈന്യം പിന്നെ ഭീകരാക്രമണത്തെ പ്രതിരോധിക്കുന്നത് ലോകം ക്യാമറ കണ്ണുകളിലൂടെ ചാനലുകളിലൂടെ വീർപ്പടക്കി നിന്ന് കാണുന്നു. ഞാൻ 2011 നവംബർ 26 മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒബ്രോയ് ഹോട്ടലിലൊക്കെ കയറി ഇവർ കണ്ണിൽ കണ്ടവർ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ കൃത്യം 2 ദിവസം കഴിഞ്ഞ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവിടെ വരികയാണ്. എന്നിട്ട് ഈ ഭീകരാക്രമണന്മാരെ, രാജ്യത്തിന് അപ്പോഴും ശ്വാസം നേരെ വേണ്ടി കിട്ടിയിട്ടില്ല, നമ്മുടെ ജവാന്മാർ ജീവൻ പണയം വെച്ച് പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയാണ് ഇത് ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ് എന്ന്. തീർന്നില്ല കേട്ടോ. 2029 BJP ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ടിൽ ഒരു പരസ്യം കൊടുത്തു. എന്താണ്? ഇത് ഗവൺമെന്റിന്റെ വീഴ്ചയാണ്, പിന്നെന്താണ്, ബ്രൂട്ടൽ ടെറർ അറ്റാക്ക്, ഗവൺമെന്റ്. അവസാനം പറഞ്ഞ എന്താണെന്ന് സ്മൃതിക്ക്, ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്നിട്ടും പരസ്യം അവസാനിച്ചത് സ്മൃതി വിശ്വസിക്കാൻ കഴിയില്ല. വോട്ട് ഫോർ BJP എന്നാണ്. BJPക്ക് വോട്ടുതാ. പെഹൽഗാം ഭീകരാക്രമണ സമയത്തൊക്കെ ഈ രാജ്യത്തെ പ്രതിപക്ഷം കാണിച്ച അന്തസ്സിന് BJP പൂവിട്ട് പൂജിക്കണം. ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ, ഈ നിഷികാന്ത് ദുബൈയുടെയും ഒക്കെ കൂടെ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ ഒന്നടങ്കം വന്നിട്ട് ലോകത്തോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യപരമായ അവകാശം ഉപയോഗിച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. മറുപടി പറയേണ്ടത് ഇടവേളയ്ക്ക് ശേഷം. കാരണം ഒരു ഘട്ടം വരെ ഒറ്റൊരു കാര്യം സ്മൃതി, വേഗം ഒരു കാര്യം സ്മൃതി, ഒരേ ഒരു കാര്യം,
ഇപ്പൊ ഈ 38,000 സ്ക്വയർ കിലോമീറ്ററിന്റെ ഒരു കണക്ക് പറഞ്ഞല്ലോ. ഈ ഗാൽവാൻ അറ്റാക്കിന് ശേഷം ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് തരാം. ഇന്ത്യയുടെ PMO പുറത്തുവിട്ട പ്രസ് റിലീസ് 43,000 സ്ക്വയർ കിലോമീറ്റർ നഷ്ടപ്പെട്ടു എന്നാണ്. 38,000 കോൺഗ്രസിന്റെ കാലത്ത്, ഞാൻ സമ്മതിച്ചേക്കാം. ബാക്കി 5,000 പോയത് ഇവരുടെ കാലത്താണോ? അപ്പൊ രാഹുൽ ഗാന്ധി പറയുന്ന കണക്കിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഗവൺമെന്റ് പറയുന്ന കണക്കിലും വൈരുദ്ധ്യമുണ്ട്. അത് സത്യസന്ധമായി ചൈന നമ്മുടെ ഭൂമി കൈയേറിയെങ്കിൽ കൈയേറിയെന്ന് പറയുന്നത് എന്തിനാ കുഴപ്പം? നമ്മളെന്തിനാ ചൈനയുടെ വക്കാലത്ത് എടുക്കാൻ പോകുന്നത്? ഈ ചോദ്യമല്ലേ രാഹുൽ ഗാന്ധി ചോദിച്ചത്? അവരിങ്ങോട്ട് കയറിയോ എന്ന് ചോദിക്കുന്നത് പിന്നെ അവരാണോ ചോദിക്കുക? നമ്മളല്ലേ ചോദിക്കേണ്ടത്? അവരിങ്ങോട്ട് കയറിയിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കില്ലല്ലോ, നമ്മളല്ലേ ചോദിക്കേണ്ടത്. ശങ്കുട്ടിദാസ്, 1.5 മിനിറ്റേ ഉള്ളൂ, ദയവായി വേഗത്തിൽ മറുപടി പറയണം. അങ്ങേക്ക് ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം. യെസ്, എൻ്റെ സുഹൃത്ത് ശ്രീ ഷിബു മീരാൻ, ഞാൻ രാഹുൽ ഗാന്ധി നിരുത്തരവാദിത്തപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു എന്നതിന് മറുപടി പറയുകയാണെന്ന് പറഞ്ഞു. പക്ഷേ മറുപടി ഒന്നും പറഞ്ഞു കണ്ടില്ല. അദ്ദേഹം മുംബൈ താജ് അറ്റാക്കുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചത് നന്നായി. കാരണം മുംബൈ താജ് അറ്റാക്കുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ നടങ്കലിലും വിഷമത്തിലും ഇരുത്തിയിരുന്ന സമയത്ത് BJP നേതാക്കന്മാർ എന്തൊക്കെയോ പത്രസമ്മേളനം നടത്തി എന്ന് പറയുന്നത് കേട്ടു. ഇത് മുംബൈ താജ് അറ്റാക്കിൻ്റെ പിറ്റേ ദിവസം ഇന്ത്യ ടുഡേയിൽ വന്നിട്ടുള്ള വാർത്തയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രാഹുൽ ഇൻ പാർട്ടി മൂഡ് സൂൺ ആഫ്റ്റർ മുംബൈ ക്രൈസിസ് എന്നാണ് ഈ വാർത്ത. അതായത് രാജ്യം മുഴുവൻ നടുങ്ങി നിൽക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഡൽഹിയിലുള്ള ഒരു ഫാം ഹൗസിൽ തൻ്റെ സുഹൃത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ രാവിലെ 5 മണി വരെ പാർട്ടി ചെയ്യായിരുന്നു എന്ന് പറയുന്ന അടുത്ത ദിവസം വന്നിട്ടുള്ള ഇന്ത്യ ടുഡേയിലെ വാർത്തയാണ്. അപ്പോൾ രാജ്യം മുഴുവൻ നടുങ്ങിയപ്പോൾ നടുങ്ങാതിരുന്നത് ആരാണ് എന്നത് അങ്ങേക്ക് ഒന്ന് ഓർമ്മിക്കാൻ ഈ സന്ദർഭം നന്നായി. ഇദ്ദേഹത്തിന്റെ നിരുത്തരവാദിത്തമായിട്ടുള്ള പരാമർശങ്ങളുടെ കാര്യത്തിൽ പുൽവാമ നടന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? പറ്റുമോ നോക്കണം. പുൽവാമ ഭീകരാക്രമണം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? ഓർമ്മയുണ്ടോ താങ്കൾക്ക്? അദ്ദേഹം അവിടുത്തെ ഒരു ടൈഗർ ഫോഴ്സിനകത്ത് ഷൂട്ടിംഗിലായിരുന്നു കേട്ടോ. അറിഞ്ഞ ഉടനെ അദ്ദേഹം പുൽവാമ ഭീകരാക്രമണം നടന്നു. ഇന്ന് മരിച്ചില്ലേ സത്യപാൽ മാലിക്? ഇന്ന് മരിച്ചില്ലേ സത്യപാൽ മാലിക്? അദ്ദേഹം തുറന്നു പറഞ്ഞു കേട്ടോ. പിന്നെ പെഹൽഗാമിൽ ഓടി വന്നിട്ട് നേരെ ബീഹാറിലേക്കാണ് പോയത്. അത് ഓർമ്മ വേണം, വെറുതെ പറയരുത്. ശരി ശരി ശരി, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. വേഗം പറയൂ. ഞാൻ നിർത്തി. എനിക്ക് 2014 ഗാന്ധിയെ കൊന്നത് RSS ആണെന്ന് പറഞ്ഞു. അതിനെതിരെ ഡിഫമേഷൻ കേസ് ഉണ്ടായി. സുപ്രീം കോടതിയിൽ പോയി 2019 നിരുപാധികം കൊടുത്തു. 2016 ഖൂൽ കാ ദലാൽ എന്ന് പറഞ്ഞു. സർജിക്കൽ സ്ട്രൈക്ക്. ഗാന്ധി വധമൊക്കെ എന്താണ് സംഭവിച്ചത്? ഗാന്ധി എങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ ചരിത്ര സത്യമായി. വളരെ നന്ദി ഷിബു മീരാൻ, ഡോക്ടർ മോഹൻ വർഗീസ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ശങ്കുട്ടിദാസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.